ഗണേഷ് കുമാറിനെതിരെ NSSൽ വീണ്ടും പ്രതിഷേധം ശക്തമാകുന്നു. വിമർശനങ്ങൾ ശക്തമാകുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ NSS തലപ്പത്ത് നിന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രമേയം പാസാക്കി. സംഘടനയെ ഇല്ലാതാക്കാമെന്ന് കരുതുന്ന ഗണേഷ് കുമാർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പ്രമേയത്തിൽ രൂക്ഷ വിമർശനമുണ്ട്. ഗണേഷ് കുമാർ NSS തലപ്പത്ത് നിന്ന് പുറത്തായത് ദൈവീക തീരുമാനമാണെന്നും കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പറയുന്നു. ഗോകുൽനാഥ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, പോര് കനക്കുകയാണ്. പ്രമേയത്തിലടക്കം പറയുന്നതിന്റെ വിശദാംശങ്ങൾ എന്താണ്? റോഷ്നി, തീർച്ചയായും പോര് കനക്കുകയാണ്. നായർ സർവീസ് സൊസൈറ്റിയെയും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെയും പരസ്യമായി അധിക്ഷേപിച്ചതിനാണ് മുൻ മന്ത്രി കൂടിയായ KB ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി കൊട്ടാരക്കര താലൂക്ക് NSS യൂണിയൻ രംഗത്തേക്ക് എത്തിയതെന്നുള്ളതാണ്. സംഘടനയും സമുദായ നേതൃത്വത്തെയും അവഹേളിച്ച ഗണേഷ് കുമാർ NSS കരയോഗത്തിൽ അംഗമായി തുടരാൻ യാതൊരുവിധ അർഹതയുമില്ല. അദ്ദേഹം ഉടൻ തന്നെ രാജിവെക്കുകയോ അല്ലെങ്കിൽ നിയമ നടപടികളിലൂടെ അദ്ദേഹത്തെ പുറത്താക്കുകയോ ചെയ്യണമെന്നുള്ളതാണ് ഈ താലൂക്ക് യൂണിയൻ പ്രമേയത്തിലൂടെ പൊതുയോഗം കൂടി പാസ്സാക്കിയതെന്നുള്ളതാണ്. ഈ NSS എന്ന മഹാപ്രസ്ഥാനത്തിന്റെ തടലിലും പിന്തുണയിലുമാണ് R. ബാലകൃഷ്ണ പിള്ളയുടെ കുടുംബം അധികാര സ്ഥാനങ്ങളിൽ എത്തിയതെന്നും രാഷ്ട്രീയത്തിൽ സർവ്വതും നേടിയതും NSS വഴിയാണെന്നുള്ള കാര്യങ്ങളും പ്രമേയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേസമയം അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ കാലയളവിൽ മതിയായ ആഹാരം പോലും ലഭിക്കാതെ ബുദ്ധിമുട്ടിയ ബാലകൃഷ്ണ പിള്ളയ്ക്ക് അന്ന് തുണയായത് G. സുകുമാരൻ നായരുടെ ഇടപെടലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഈ കൊട്ടാരക്കര താലൂക്ക് യൂണിയന്റെ പ്രമേയത്തിൽ അല്ലെങ്കിൽ പൊതുയോഗത്തിൽ പാസ്സാക്കിയ പ്രമേയത്തിലുള്ളതെന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ വിവാദ പരാമർശങ്ങളടക്കം ഇപ്പോൾ നിലവിലുണ്ടെന്നുള്ളതാണ്. എന്നാൽ അക്കാലയളവിൽ മകനായ ഗണേഷ് കുമാർ എവിടെയായിരുന്നെന്നും പൊതുസമൂഹത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു എന്നൊക്കെയുള്ളതാണ് ഈ പ്രമേയത്തിൽ വിമർശനം ഉയർന്നുള്ളതാണ്. മാത്രമല്ല ഈ UDF ഭരണകാലത്ത് അച്ഛന് താല്പര്യമില്ലാതിരുന്നിട്ടും ഗണേഷ് കുമാറിന് പ്രധാന വകുപ്പുകൾ നൽകി മന്ത്രിയാക്കുന്നതിന് മുൻകൈയെടുത്തതും NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന G. സുകുമാരൻ നായരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രമേയത്തിൽ, അതായത് ഈ ഗണേഷ് കുമാറിനെ കൂടുതൽ കുരുക്കിലാക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെയാണ് ഈ പ്രമേയത്തിൽ ഉയർന്നു വന്നതെന്നുള്ളതാണ്. മാത്രമല്ല ഇത്തരം വിട്ടുവീഴ്ചകൾക്ക് പൊതുസമൂഹം നൽകിയ മറുപടിയാണ് പത്തനാപുരത്തെ അദ്ദേഹത്തിന്റെ പരാജയമെന്നും യോഗം വിലയിരുത്തുന്നത്. സ്വന്തം താലൂക്ക് യൂണിയനിലെ സഹപ്രവർത്തകരെ അവഹേളിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ ഭാരവാഹികൾ രാജിവെച്ച് പോവുകയും ഒക്കെ ചെയ്ത സംഭവ വികാസങ്ങൾ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ ഉണ്ടായത്. ഇതേ തുടർന്ന് പത്തനാപുരം താലൂക്ക് യൂണിയന്റെ ഭരണം NSS രജിസ്ട്രാർക്ക് ഏറ്റെടുക്കേണ്ടി വന്ന വസ്തുത മറച്ചുവെച്ചുകൊണ്ടാണ് ഗണേഷ് കുമാർ സമുദായത്തെ വികലമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഈ യൂണിയൻ ആരോപിക്കുകയും ചെയ്തത്. മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് താലൂക്ക് യൂണിയനുകൾ എന്നുള്ളതാണ്. വിമർശനങ്ങൾ ശക്തമാക്കുമ്പോഴും ഗണേഷ് കുമാർ തന്റെ നിലപാടുകളിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നതെന്നുള്ളതാണ്. NSS തലപ്പത്ത് നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രമേയം നിലവിൽ പാസ്സാക്കിയിരിക്കുകയാണ്. സംഘടന ഇല്ലാതാക്കുമെന്ന് കരുതുന്ന ഗണേഷ് കുമാർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്നുള്ളതാണ് പ്രമേയത്തിൽ രൂക്ഷ വിമർശനമായിട്ട് ഉയർത്തുകയും ചെയ്തത്. ഗണേഷ് കുമാർ NSS തലപ്പത്ത് നിന്ന് പുറത്തായത് ദൈവിക തീരുമാനമാണെന്നും കൊട്ടാരക്കര താലൂക്ക് യൂണിയന്റെ ഈ പ്രമേയത്തിലുണ്ട്. റോഷ്നി, ശരി. ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.